നമ്മൾ അല്പസമയം മുൻപ് കണ്ടത് കുടുംബത്തിന്റെ പ്രതികരണമാണ്. അവർ പറയുന്നത് ഈ തരത്തിലേക്ക് രക്ഷാപ്രവർത്തനം മുന്നോട്ട് പോകുന്നതിൽ തങ്ങൾ വിശ്വാസം അർപ്പിക്കുന്നില്ല എന്നതാണ്. സൈന്യത്തിന്റെ പ്രവർത്തനമാണ് വേണ്ടത്, അത് എത്രയും പെട്ടെന്ന് തന്നെ വേണമെന്നൊരാവശ്യമാണ് അവർ ഉന്നയിച്ചിട്ടുള്ളത്. അത് പ്രധാനമന്ത്രിയോട് ഉൾപ്പെടെ അവർ ഉന്നയിച്ചിട്ടുണ്ട് എന്നാണ് നമ്മളോട് പറഞ്ഞത്. ഇപ്പോൾ ടെലിഫോണായി നമുക്കൊപ്പം ശ്രീ ശേഖർ കുര്യാക്കോസ് ഉണ്ട്, ദുരന്ത നിവാരണ അതോറിറ്റി മെമ്പർ സെക്രട്ടറിയാണ്. ശ്രീ ശേഖർ കുര്യാക്കോസ്, ഇപ്പോൾ ഏറ്റവും ആധുനികമായിട്ടുള്ള സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ടുള്ള തെരച്ചിൽ അവിടെ പുരോഗമിക്കുന്നുണ്ട്. അതിൽ റേഡാർ സാങ്കേതിക വിദ്യ, അതിൽ തന്നെ ഡീപ്പ് പെനിട്രേറ്റിംഗ് റേഡാർ ഉപയോഗിച്ചൊക്കെയുള്ള തെരച്ചിൽ നടക്കുന്നു എന്നൊക്കെ പറയുമ്പോഴും നമ്മൾ ഇവിടെ ഇരുന്നൊക്കെ കേൾക്കുമ്പോൾ ഇത് ഇങ്ങനെ തന്നെയാണോ ഈ രക്ഷാപ്രവർത്തനം മുന്നോട്ട് പോകേണ്ടത് എന്നൊരു സംശയം. ഇപ്പോൾ കുടുംബം പറയുന്നതും ഇനി ഞങ്ങളിതിൽ വിശ്വസിക്കുന്നില്ല എന്നതാണ്. യഥാർത്ഥത്തിൽ ഈ തരത്തിലേക്ക് തന്നെയാണോ ഇതിൻ്റെ രക്ഷാപ്രവർത്തനം ഇത്രയും മണിക്കൂറുകൾ കഴിയുമ്പോൾ മുന്നോട്ട് പോകുന്നത്? ഇങ്ങനെ തന്നെയാണോ അത് വേണ്ടത്? നോക്കൂ, അവിടുത്തെ രക്ഷാപ്രവർത്തനത്തിന്റെ സാഹചര്യത്തെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മൾ ദൃശ്യമാധ്യമങ്ങളിലൂടെ കാണുന്നത് പോലെയും തന്നെ നമ്മളുടെ തന്നെ കുറച്ച് ഉദ്യോഗസ്ഥർ അവിടെ ഉണ്ട്. അവർ വഴിയും അവിടുത്തെ തന്നെ ലോക്കൽ ഉദ്യോഗസ്ഥർ വഴിയുമാണ്. അവിടെ സാധ്യമായ കാര്യങ്ങളാണ് അവർ ചെയ്യാൻ ശ്രമിക്കുന്നത്. പ്രധാനമായും മണ്ണ് മാറ്റുക, മണ്ണ് മാറ്റി പരിശോധിക്കുക. മണ്ണ് മാറ്റുന്നതിന് ഒരു താമസം എടുക്കും എന്നുള്ളത് കൊണ്ട് തന്നെ GPR കൊണ്ടുവന്ന് ഒരു നോൺ ഡിസ്ട്രക്റ്റീവ് പരിശോധന പെട്ടെന്ന് നടത്തുക. അങ്ങനെ എവിടെയെങ്കിലും പ്രത്യേകമായി ചില അനോമലസ് സിഗ്നലുകൾ കാണുന്നെങ്കിൽ അവിടെ കോൺസെൻട്രേറ്റ് ചെയ്ത് പരിശോധിക്കുക. ഇത്തരം വിവിധങ്ങളായ സ്ട്രാറ്റജിയാണ് എടുക്കുന്നത്. അത് കൂടാതെ ഏതാണ്ടൊരു 1.5-2 മണിക്കൂർ മുൻപ് പുഴയിൽ വീണ്ടും ഈ വാഹനം സംബന്ധിച്ചിട്ടുള്ള പരിശോധന അവർ പുനരാരംഭിച്ചിട്ടുണ്ട് എന്ന് കേൾക്കുന്നു. അപ്പോ അവിടുത്തെ സാഹചര്യം ഡിക്റ്റേറ്റ് ചെയ്യുന്ന രീതിയിലാണ് അവർ പ്രവർത്തിക്കുന്നത്. ഈ മണ്ണ് പൂർണ്ണമായും അവിടുന്ന് മാറ്റി ഒരു പരിശോധന എന്നുള്ളത് കുറച്ചധികം സമയം എടുക്കുന്നതാണ്. അപ്പോൾ അത് തരണം ചെയ്യാനുള്ള ഒരു മാർഗമാണ് GPR. ഇനി നമ്മൾക്ക് അവരോട്, നമ്മുടെ നാട്ടിൽ നമ്മൾക്ക് സന്നദ്ധ പ്രവർത്തകരുടെ വലിയൊരു ശ്രേണിയുണ്ട്, സിവിൽ ഡിഫൻസ് സംവിധാനമുണ്ട്. അതുകൊണ്ട് സാധാരണ ഒരു സൈഡിലൂടെ മെഷീൻസിന്റെ പ്രവർത്തനമൊക്കെ നടക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ മനുഷ്യന്റെ കായിക ബലവും കാര്യമായി വിനിയോഗിക്കാറുണ്ട്. എന്നാൽ ഇവിടെ അവര് കൂടുതലും വ്യവസ്ഥാപിതമായ അല്ല, അതാണ് ശ്രീ ശേഖർ കുര്യാക്കോസ്, പലപ്പോഴും നമ്മളുടേതും അതുമായ ഒരു താരതമ്യമൊക്കെ ഇതിനോടകം തന്നെ വന്നു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെയാണോ എന്നൊരു സംശയം എനിക്ക് തോന്നുന്നു. ഇവിടെയാണെങ്കിൽ ഇങ്ങനെ ആകില്ല എന്നൊക്കെയുള്ളൊരു ബലമായ വിശ്വാസമൊക്കെ ഉണ്ട്. അത് കുടുംബത്തിനുമുണ്ട്. അവർ പറയുന്നു ഇനി ഞങ്ങൾ അതിൽ വിശ്വസിക്കുന്നേ ഇല്ല എന്ന് പറയുകയാണ്. കാരണം ദിവസം ഇപ്പോൾ 5 ആയില്ലേ ശ്രീ ശേഖർ കുര്യാക്കോസ്? ഇതൊരു ജീവൻ നിലനിർത്താനുള്ളൊരു കാര്യം കൂടിയല്ലേ? അപ്പോൾ അതിങ്ങനെ മതിയോ എന്നൊരു സംശയം വരുമ്പോൾ നമ്മൾ എന്താണ് അതിന്, ഇതിങ്ങനെയാണോ എന്നൊരു സംശയം നമുക്കൊക്കെ തോന്നിപ്പോവുകയാണ്. നമ്മൾ ഒരു കാര്യം ഓർക്കേണ്ടത്, ഇത് ഇവിടെ ഇങ്ങനെയല്ല. പക്ഷേ അത് മറ്റൊരു സംസ്ഥാനമാണ്. ആ സംസ്ഥാനത്തിന്റെ നേതൃത്വം ആണ് അവിടെ എന്ത് ചെയ്യണം ചെയ്യണ്ട എന്ന് തീരുമാനിക്കുന്നത്. മുമ്പ് കേന്ദ്രമന്ത്രി തന്നെ അവിടെ വന്ന് അദ്ദേഹം അഭിപ്രായങ്ങൾ പറഞ്ഞിരുന്നു. അപ്പൊ ആ സംസ്ഥാനത്തെ കാര്യങ്ങൾ നമ്മൾക്ക് കേരളത്തിൽ ഇരുന്ന് ഡിക്റ്റേറ്റ് ചെയ്യാൻ പറ്റില്ല. അവരോട് പല ആവർത്തി കാര്യങ്ങൾ അഭ്യർത്ഥിക്കുന്നുണ്ട്, അവരോട് സംസാരിക്കുന്നുണ്ട്, പല തലങ്ങളിൽ സംസാരിക്കുന്നുണ്ട്. ചീഫ് സെക്രട്ടറി നേരിട്ട് തന്നെ അക്കാര്യത്തിൽ ഇടപെട്ടിട്ടുണ്ട്. അപ്പോ അവിടെ ഇങ്ങനെയാണ് അവിടെ കാര്യങ്ങൾ നടക്കുന്നത്. അപ്പൊ അതിനെ നമ്മൾക്ക് ഇവിടെ ഇരുന്ന് ഇത് മാറ്റണം എന്ന് ആവശ്യപ്പെടാം, അല്ലെങ്കിൽ കൂടുതൽ ഊർജിതമായ പ്രവർത്തനം വേണമെന്ന് ആവശ്യപ്പെടാം. അവർക്ക് അവിടുത്തെ സാഹചര്യത്തിൽ ചെയ്യാവുന്നതാണ് അവർ ചെയ്യുന്നത്. വോളണ്ടിയർമാരുടെ ഒരു സംഘം ഇല്ലാത്തൊരു സ്ഥലത്ത് അത് വേണം എന്ന് ഇപ്പോൾ ആഗ്രഹിച്ചാൽ ഉണ്ടാകില്ല. കേരളം വർഷങ്ങളെടുത്ത് 18-ലെ പ്രളയത്തിന് ശേഷം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടതനുസരിച്ച് വികസിപ്പിച്ചെടുത്ത സംവിധാനമാണത്. നമ്മളുടെ ജനങ്ങൾ പൊതുവിൽ തന്നെ അതിന് സന്നദ്ധരാണ്. പക്ഷെ അവിടെ ആ രീതിയിൽ നമ്മൾ കാണുന്നില്ല. അതൊരു ജനവാസം അധികമുള്ള മേഖലയുമല്ല. ഇതിന് ഓപ്പോസിറ്റ് ഉണ്ടായിരുന്ന ഒരു ചെറിയ ഗ്രാമത്തിലെ ഒരു 3-4 വീടുകൾ തന്നെ ഒലിച്ചും പോയി ഇതായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ അവരും മൊത്തത്തിൽ ഡിസ്ട്രസ്സിലാണ്. അതിൻ്റെതായ ബുദ്ധിമുട്ടും അവർക്കുണ്ടാകും. അപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമ്മൾക്ക് വെയിറ്റ് ചെയ്യുകയേ നിർവാഹമുള്ളൂ. പിന്നെ പട്ടാളത്തിനെ ഇറക്കണം എന്ന അഭിപ്രായമൊക്കെ അവർ രേഖപ്പെടുത്തുന്നത് കണ്ടു. ഇതൊരു മറ്റൊരു സംസ്ഥാനം എന്ന നിലയിൽ അവർ തന്നെയാണ് ആ കാര്യത്തിൽ തീരുമാനമെടുക്കുക. ഒരു സംസ്ഥാനത്ത് പട്ടാളത്തിന്റെ ഹ്യൂമാനിറ്റേറിയൻ അസിസ്റ്റൻസ് പ്രവർത്തനം ഉണ്ടാകണമെങ്കിൽ ആ സംസ്ഥാനം ആവശ്യപ്പെടണം കേന്ദ്ര ഗവൺമെന്റിനോട്. IDS ആവശ്യപ്പെടുമ്പോഴാണ് അവർ ആ സഹായം നൽകുക.
അതിനുള്ള സാധ്യതയും അവിടെ ഉണ്ട്. അവിടുത്തെ കമ്മീഷണർ ഇന്നലെ അതെ, അപ്പോൾ അങ്ങനെ ഈ സൈന്യം ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതിൽ കുറച്ചുകൂടി ഊർജിതമായ രക്ഷാപ്രവർത്തനം മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുമോ ശ്രീ ശേഖർ? നമ്മൾ കാണേണ്ടത് സൈന്യം വന്നാലും അവർക്ക് വേണ്ടുന്ന എക്യുപ്മെന്റ് ഈ കാണുന്നത് തന്നെയുള്ളൂ. JCB, ഹിറ്റാച്ചി ഇതൊക്കെ തന്നെയാണ് അവർക്കും ഉള്ളത്. പുതുതായി സൈന്യം മറ്റെവിടുന്നെങ്കിലും കൊണ്ടുവരികയല്ല. ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള സംവിധാനങ്ങളായിരിക്കും അവർ ഉപയോഗിക്കുക. കൂടുതൽ മാനവശേഷി ഉണ്ടാകും എന്നതാണ് അവിടെ സൈന്യം വരുമ്പോൾ ഉണ്ടാകുന്നത്. സൈന്യത്തിന്റെ കയ്യിൽ മറ്റ് ഇത്തരം ഹെവി എക്യുപ്മെന്റ് എല്ലാം ഉള്ളത് BROയുടെ കയ്യിലൊക്കെയാണ്, ഇന്ന് ഹിമാലയത്തിലാണ്. അപ്പോൾ സാധാരണ സൈന്യം ലോക്കലി ലഭ്യമായിട്ടുള്ള ഉപകരണങ്ങൾ ഉപയോഗപ്പെടുത്തിയായിരിക്കും പ്രവർത്തിക്കുക. അതുകൊണ്ട് മാനവശേഷി ഇനിയും കൂടുതൽ അവിടെ വേണമോ എന്നത് ആ സംസ്ഥാനം തീരുമാനിക്കേണ്ട വിഷയമാണ്. അതിന് നമ്മൾ അവരോട് ചില സജഷൻസ് പറഞ്ഞിരുന്നു, ഇന്നലെയും പറഞ്ഞിരുന്നു, ഇന്നും പറഞ്ഞിരുന്നു. പക്ഷേ അത് അവരുടെ തീരുമാനമാണ്. അതിനപ്പുറം എനിക്ക് പറയാൻ സ്വാതന്ത്ര്യമോ അല്ലെങ്കിൽ എന്റെ ഇതിനുള്ളിൽ വരുന്ന കാര്യമോ അല്ല. ഇപ്പൊ ഇതിൽ ആത്യന്തികമായി നമുക്ക് വേണ്ടത് ഈ ലോറി കണ്ടെത്തുക, അത് പുറത്തെടുക്കുക എന്നുള്ളതാണ്. അപ്പൊ അതിലേക്ക് എത്തിച്ചേരാനുള്ള ഒരു മാർഗം മാത്രമാണ് ഈ ഗ്രൗണ്ട് പെനിട്രേറ്റിംഗ് റഡാർ ഉപയോഗിച്ചുള്ള തെരച്ചിൽ എന്ന് പറയുന്നത്. അതാണിപ്പോൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അതിനിടെ 3 സിഗ്നലുകൾ കിട്ടി, പക്ഷേ അതൊന്നും ക്ലിയർ അല്ല എന്നതാണ്. ഇതിൽ ഈ ഇടയ്ക്ക് മഴ പെയ്യുന്നുണ്ട്, കൂടാതെ മണ്ണ് നനഞ്ഞതാകുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ഇതെല്ലാം കൃത്യമായി ക്രിസ്റ്റൽ ക്ലിയർ എന്ന തരത്തിലേക്ക് ഇത് കിട്ടാനുള്ള സാധ്യതയും വിരളമാണ്, കുറവാണ്. 2 മീറ്റർ ആഴത്തിൽ വരെ ഇപ്പോൾ അവർ ഉപയോഗിക്കുന്ന GPRന് കാര്യങ്ങൾ കൃത്യതയോടുകൂടി പറയാൻ പറ്റിയേക്കും. പക്ഷേ 2 മീറ്ററിന് താഴേക്കുള്ള കാര്യങ്ങൾ അതിന് ബുദ്ധിമുട്ടായിരിക്കും. പ്രത്യേകിച്ചും വെറ്റ് സോയിലാണ്, ഒരുപാട് വലിയ പാറക്കല്ലുകളും തടിക്കഷ്ണങ്ങളും ഒക്കെ കിടപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ബുദ്ധിമുട്ട് അവിടെ പ്രായോഗികമായി തന്നെ ഉണ്ട്. ഇതിനേക്കാൾ ശേഷിയുള്ള GPRകളും രാജ്യത്ത് ലഭ്യമാണ്. അത് എവിടെ കിട്ടും എന്നുള്ളത് നമ്മൾ ഇന്നലെ അവരോട് അറിയിച്ചിട്ടുണ്ട്. നമ്മളുടെ നാഷണൽ ജിയോഫിസിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കുറച്ചും കൂടി ശേഷിയുള്ള GPRകളുണ്ട്. നമ്മളിവിടെ കേരളത്തിൽ അത് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ആ GPRകളുടെ സാധ്യത അവർ ആരായുന്നുണ്ടാകും. പക്ഷെ ഇത് സൂറത്ത് കല്ല് തൊട്ടടുത്താണ്. ഈ ഹൈദരാബാദിൽ നിന്നുള്ള എക്യുപ്മെന്റ് ഒക്കെ വരുന്നതിന് മുമ്പേ കൊണ്ടുവരാവുന്നതാണ് സൂറത്ത് കല്ലിൽ നിന്നുള്ളത്. അപ്പോൾ അതുകൊണ്ടായിരിക്കും അവർ സൂറത്ത് കല്ലിൽ ലഭ്യമായത് ആദ്യം ഉപയോഗിക്കാൻ തീരുമാനിച്ചത്. ഇനി അവര് ഈ മണ്ണ് കുറച്ചും കൂടി കുറച്ചതിന് ശേഷം ഒന്ന് ശ്രമിച്ചു നോക്കാനെന്നാണ് അവര് ഇരിക്കുന്നത്. പക്ഷെ മണിക്കൂറുകൾ ഇങ്ങനെ പിന്നിട്ട് പോവുകയാണല്ലോ ശേഖർ. ഇത് ഒന്ന് ഇപ്പൊ ഈ നേരത്തെ ഇന്നലെയും സൂചിപ്പിച്ചിരുന്നു, ഇതിൽ ക്ഷമ മാത്രമേ ഉള്ളൂ മാർഗം, വേറെ ഒന്നുമില്ല. മറ്റൊന്നും അവിടെ പ്രവർത്തിക്കില്ല. മനുഷ്യന്റെ അവിടെ പ്രവർത്തിക്കുന്നവർക്ക് അവരുടെ ക്ഷമ നഷ്ടപ്പെടാതിരിക്കുക, അവർ ടയേർഡായി പോകാതിരിക്കുക, അവരെ നിരന്തരം ഊർജ്ജസ്വലരാക്കി നിർത്തുക, അവര് പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുക ഇത് കണ്ടെത്തുന്നിടം വരെ. അതാണ് ഇതിലെ ഏറ്റവും പ്രായോഗികമായ ഉള്ള മാർഗം. ഇതിലിപ്പോ നേരത്തെയൊക്കെ ഫോൺ റിങ് ചെയ്തത്, അത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഫോൺ റിങ് ചെയ്തതാണ് അർജുന്റെ. കൂടാതെ എൻജിൻ ഓൺ ആക്കി എന്നത് അത് ആ കമ്പനിക്ക് തന്നെ അങ്ങനെയുള്ള സ്ഥിരീകരണമൊക്കെ കിട്ടി. അതൊക്കെ ആയിരുന്നു നമ്മളെ പോസിറ്റീവായി നിലനിർത്തിയിരുന്ന ഘടകം. പക്ഷെ ഇപ്പോൾ ഈ മണിക്കൂറുകൾ ഇങ്ങനെ പിന്നിടുമ്പോൾ ഇനി എന്ത് എന്നൊരു വലിയ ചോദ്യമല്ലേ ശേഖർ? അതെ അതെ അതെ, ആ ചോദ്യമുണ്ട്. പക്ഷെ ആ ആശങ്ക ഞാൻ തുറന്ന് പങ്കുവെക്കാനും ആഗ്രഹിക്കുന്നില്ല. നിലവിൽ നമ്മൾക്ക് അവരുടെ ഊർജ്ജസ്വലമായ പ്രവർത്തനം മുന്നോട്ട് പോകട്ടെ, അതിൽ ഉള്ള പ്രതീക്ഷ നമ്മൾക്ക് കൈവിടാതിരിക്കാം. നമ്മളുടെ സംസാരം ആ കുടുംബത്തിന് കൂടുതൽ ഒരു ആഘാതം ഉണ്ടാക്കുകയും ചെയ്യരുത്. അപ്പൊ അതുകൊണ്ട് നിലവിൽ ഈ രക്ഷാപ്രവർത്തനം നടക്കുന്നത് ക്ഷമയോടുകൂടി തന്നെ നമുക്ക് ഫോളോ അപ്പ് ചെയ്യാം. അവര് ചെയ്യാവുന്നതെല്ലാം ചെയ്യട്ടെ. കൂടുതൽ ആന്ധ്രയിൽ നിന്ന് കൂടുതൽ NDRF സേന വരും എന്ന ഒരു അഭിപ്രായവും കേട്ടിരുന്നു. ഈ സോണാർ ഈ പുഴയിൽ ഉപയോഗിക്കുന്നതിനെ കുറിച്ചും കൂടി ആലോചിക്കണമെന്ന് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. വളരെ നന്ദി ശ്രീ ശേഖർ കുര്യാക്കോസ് പ്രതികരിച്ചതിന്. ഏതായാലും നമ്മൾ പ്രതീക്ഷ കൈവിടാതെ തന്നെ ഈ രക്ഷാപ്രവർത്തനം തുടർന്നു പോവുക എന്നുള്ളതാണ്. മറ്റ് സംവിധാനങ്ങൾ ഏതൊക്കെ വേണമെന്നൊക്കെ തീരുമാനിക്കേണ്ടത് അത് ആ സംസ്ഥാനത്തിൻ്റെ ഡിസ്ക്രിഷണറി പവറിൽ പെട്ടതാണ്. അതിൽ നമുക്ക് ഡിക്റ്റേറ്റ് ചെയ്യാനുള്ള അധികാരമില്ല. പക്ഷെ നമ്മൾക്ക് ആവശ്യങ്ങൾ മുന്നോട്ട് വയ്ക്കാം. എങ്കിലും ഇപ്പോൾ നിലവിൽ നടക്കുന്ന രക്ഷാപ്രവർത്തനത്തിൽ നമ്മൾ പ്രതീക്ഷ വയ്ക്കണം, അത് കുറച്ച് കാണരുത് എന്ന് തന്നെയാണ് ശേഖർ കുര്യാക്കോസ് നമ്മളോട് പറഞ്ഞത്.